കഴിഞ്ഞ 152-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 135-ാമത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 7-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 153-ാമത്തെ എപ്പിസോഡിൽ ബെനഡിക്റ്റ് 7-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ നടന്ന സംഭവങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. AD 980 റഷ്യയിൽ വലിയൊരു മാറ്റമുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇഗോറിലെ പ്രിൻസ്, ഇഗോറിലെ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ റൂറിക് എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായിരുന്നു ഈ ഇഗോർ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ്, ഗ്രാൻഡ് സണ്ണാണ് വ്ളാഡിമിർ. ഈ വ്ളാഡിമിർ റൂറിക്കിലെ രാജകുമാരനായി വാഴിക്കപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഈ രാജാവിന് വേറെ മക്കളുണ്ടായിരുന്നു, ഇദ്ദേഹത്തെക്കാൾ സീനിയറായ മക്കൾ. പക്ഷേ ഈ വ്ളാഡിമിറിൻ്റെ അമ്മയോട് എന്തോ ഒരു ആകർഷണം കൂടുതലുള്ള രാജാവിന്. അതുകൊണ്ടാണെന്ന് പറയുന്നു വ്ളാഡിമിറിനെ പിൻഗാമിയായി വാഴിച്ചു. വ്ളാഡിമിറിനെ പിൻഗാമിയായി വാഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ റൂറിക്കൽ രാജാവ് മരിച്ചപ്പോൾ ഇന്ന് നമ്മൾ യുക്രൈൻ എന്ന് വിളിക്കുന്ന പ്രദേശവും ഇന്ന് നമ്മൾ റഷ്യ എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെയും വലിയൊരു ഭാഗം ഈ വ്ളാഡിമിറിൻ്റെ കയ്യിലേക്ക് വന്നു. ഈ വ്ളാഡിമിർ ഒരു 17 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുമതത്തിലേക്ക് വന്നു. അത് ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം വരുത്തിയ ഒരു കാലഘട്ടമാണ്, വളരെ വിശാലമായ മാറ്റം വരുത്തിയ ഒരു കാലഘട്ടം. ആ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഈ 980 നടന്ന സക്സഷൻ സ്റ്റോറിയിലാണ്. 980 തന്നെ വളരെ ഒരു 10 കൊല്ലമായിട്ട് നിർത്തിവെച്ചിരുന്ന സാധനമാണ് ഡാനിഷ് അറ്റാക്ക്. ഡെൻമാർക്കിൽ നിന്ന് നോർസ്മെൻ അല്ലെങ്കിൽ നോർത്ത്മെൻ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ആക്രമിച്ച് കയറിക്കൊണ്ടിരുന്നു. ഒരു 10 വർഷത്തിന് മുമ്പ് ഇംഗ്ലീഷിൽ രാജാവ് വരെ തോപ്പിച്ച ശേഷം അവർ മടങ്ങിപ്പോയതാണ്. പക്ഷേ 980 ഡെയിൻസ് വലിയൊരു സൈന്യവുമായി ഇംഗ്ലണ്ടിലേക്ക് ലാൻഡ് ചെയ്തു. അത് ഇംഗ്ലണ്ടിൻ്റെ എക്കണോമിയെ തകർക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിൻ്റെ പരിണിത ഫലം മറ്റ് പല രീതിയിലാണ് പിന്നീട് വരുന്നത്. അതേ നോർസ്മെൻ വന്ന് ഫ്രാൻസിൻ്റെ തീരത്തിറങ്ങി നോർമണ്ടി എന്ന സ്ഥലം ഉണ്ടാക്കി. നോർസ്മെൻ താമസിച്ചുകൊണ്ട് നോർമണ്ടിയായി. അതേ നോർസ്മെൻ അയർലൻഡിൽ വന്ന് ആക്രമിച്ചു. അതേ നോർസ്മെൻ ഇംഗ്ലണ്ടിൽ വന്ന് ഇറങ്ങി 980. പിന്നെ ഒരു 200-200ഓളം വർഷമായപ്പോഴേക്കും നോർസ്മെൻ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരായി മാറി. ആ വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് 980 ഡാനിഷ് അറ്റാക്ക്. 980 ഡൺസ്റ്റൺ, ചരിത്രത്തിലെ പ്രസിദ്ധനായ കഥാപാത്രം ഡൺസ്റ്റൺ, ആ രാജാവ് മരിച്ചു. 980 തന്നെ വൈക്കിങ്ങുകൾ ചെസ്റ്റർ ബ്രിഡ്ജ്, നോർസ്മെനും വൈക്കിങ് ഒരേ ജനവിഭാഗത്തിൻ്റെ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇത് മൂന്നാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഇങ്ങനെ ദിവസത്തിനൊക്കെ പേര് വന്നത്. അപ്പോൾ ഈ നോർസ്മെൻ്റെ ഒരു ഭാഗമാണ് വൈക്കിങ്, മറ്റൊരു ഭാഗമാണ് നോർസ്മെൻ. നോർവേയിൽ നിന്ന് വരുന്നവരാണ് നോർസ്മെൻ. ഡെൻമാർക്കിൽ നിന്ന് വരുമ്പോൾ ഡെയിൻസ് എന്നറിയപ്പെടും. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർ വൈക്കിംഗ് എന്നറിയപ്പെടും. അപ്പോൾ ഈ വൈക്കിങ്ങുകൾ വന്നിട്ടാണ് അറബികളുമായി മിക്സ് ചെയ്ത് തുർക്കികളുണ്ടായി. അതിലൊരു വിങ്ങി പോയി റൂസ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് അവർ പോയി റഷ്യ ഉണ്ടായി. അങ്ങനെ വലിയ മാറ്റമാണ് ഇവരിലൂടെ പിന്നെ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഈ നോർസ്മെൻ അവർ ചെസ്റ്റർ പട്ടണം ആക്രമിച്ചു. കത്തോലിക്കാ സഭയുടെ വലിയൊരു കേന്ദ്രമാണ് ചെസ്റ്റർ. അവിടെ ഭയങ്കര നാശനഷ്ടം വരുത്തി. പക്ഷേ സഭയ്ക്ക് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായില്ല. 980 കോഡക്സ് മൊണോപെല്ലർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കമ്പാരിഷൻ ഉണ്ടായി. യൂറോപ്പിലെ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്യൻ സംഗീത രാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമായിരുന്നു ഇത്. 980 നടന്ന പ്രസിദ്ധമായൊരു സംഭവമാണ് കോഡക്സ് മൊണോപെല്ലർ എന്ന് പറയപ്പെടുന്ന സംഭവം. ഇത് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം വിപ്ലവം സൃഷ്ടിച്ചൊരു സംഭവമാണ്. നമ്മളിന്ന് ഒക്ടേവ്സ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന 8 സ്വരങ്ങളിലൂടെ, ഭാരതീയ സംഗീതത്തിലും സരിഗമപദനിസ എന്ന് പറയുന്ന 8 ഇതാണ്. പാശ്ചാത്യ സംഗീതത്തിലും ഡോം റേമി എന്ന് തുടങ്ങുന്ന വസാദ തോദോ എന്ന് പറയുന്ന ഒക്ടേവ്സ്, അതിൻ്റെ ബേസിസിലെടുത്തിട്ട് ഒക്ടേവ്സ് ഉപയോഗിച്ച ശേഷം ന്യൂമറിക്കൽ ആൻഡ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് നൊട്ടേഷൻ. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ സ്വരം അല്ലെങ്കിൽ രാഗം എന്താണെന്നുള്ളത് ഏത് കർണാടക സംഗീതമാണേലും ഹിന്ദുസ്ഥാനി സംഗീതമാണേലും ഒരു പാട്ടുകാരൻ യേശുദാസിന് അത് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഈ നൊട്ടേഷൻ സമ്പ്രദായം ഈ പുസ്തകത്തിലൂടെ സ്ഥാപിതമായി.
അത് ലോകത്തിലെ മുഴുവൻ സംഗീതത്തെ സ്വാധീനിച്ച ഒന്നാണ്. പള്ളികളിലെ ആരാധനാക്രമങ്ങളിലെ പാട്ടിനെ ഇത് വളരെ ഭംഗിയായിട്ട് സഹായിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. 981 ക്ലൂണിയിലെ രണ്ടാമത്തെ പള്ളി പണി പൂർത്തിയാക്കുകയും ദ സെക്കൻഡ് ചർച്ച് ഓഫ് ക്ലൂണി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. പിന്നീട് ഈ ക്ലൂണി ബിഷപ്പുണ്ടായി. അത് കത്തോലിക്കാ സഭയിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് ഈ ക്ലൂണിയിലെ പള്ളിയും ആശ്രമവും. രണ്ടാമത്തെ പള്ളി പണി തീർക്കുന്നത് ഈ സമയത്താണ്. 982 വൈക്കിങ്ങുകൾ വളരെ ഭയങ്കരമായിട്ട് അറ്റാക്ക് അഴിച്ചു വിട്ടു. 3 സ്ഥലത്ത് അവർ ഒരേ സമയം ലാൻഡ് ചെയ്തു. ഒന്ന് ഡോർസെറ്റ്, മറ്റേത് പോർട്ട്ലാൻഡ് ആൻഡ് മൂന്നാമത്തത് സൗത്ത് വെയിൽസ് എന്ന 3 സ്ഥലങ്ങളാണ്. അപ്പോൾ ഡോർസെറ്റ് കടൽ തീരമാണ്, അവിടെ ആക്രമിച്ച് കയറി. അപ്പോൾ രാജാവിൻ്റെ സൈന്യം ഡോർസെറ്റോട്ട് പോകുന്ന സമയം നോക്കി ഈ കടലിൽ കൂടെ ആരൊക്കെയാണ് വരുന്നതെന്ന് കരയിലിരിക്കുന്ന രാജാവിന് മനസ്സിലാവില്ല. അപ്പോൾ രണ്ടാമതൊരു കപ്പൽ വ്യൂഹം നേരെ തെക്കോട്ട് പോയി. അവരൊന്ന് ഇറങ്ങിയത് പോർട്ട്ലാൻഡിലാണ്. ഈ പോർട്ട്ലാൻഡിലാണ് സിമൻറ്റ് കണ്ടുപിടിച്ച ശേഷം ഈ സിമൻറ്റ് ഉണങ്ങിയപ്പോൾ അതിനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയപ്പം പോർട്ട്ലാൻഡിലെ പാറകൾ കിടക്കുന്ന പോലെയാണത് കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമൻറ്റിന് പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്ന് പേര് വന്നത്. ആ പോർട്ട്ലാൻഡ് സിമൻറ്റിന് പേര് കൊടുത്ത പോർട്ട്ലാൻഡ് അവിടെ വന്ന് രണ്ടാമതൊരു സെറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ ഡോർസെറ്റിലും പോർട്ട്ലാൻഡിലുള്ള സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നോർസ്മെൻ്റെ മൂന്നാമതൊരു സൈന്യം കപ്പലിൽ വന്നു. അവരൊന്ന് ഇറങ്ങിയത് സൗത്ത് വെയിൽസിലാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന് 4 ഭാഗമാണ്. സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ് ആൻഡ് അയർലൻഡ് 4 ഭാഗമാണ്. അതിൽ ഈ വെയിൽസ് പണ്ടുണ്ടായിരുന്ന കെൽറ്റിക് അല്ലെങ്കിൽ സെൽറ്റിക് ജനങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അവരും ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സൺ പീപ്പിളിനേക്കാൾ ഇച്ചിരി ഡിഫറൻ്റ് ആണ്. സ്കോട്ട്ലൻഡിൽ സ്കോട്ട്സും പിക്സും ആണ് താമസിച്ചിരുന്നത്. അവരുടെ സ്വഭാവം വലിയ വ്യത്യാസമാണ്. അവസാനം ഹെൻറി രാജാക്കന്മാരുടെ കാലത്ത് ഈ 4 അങ്ങോട്ട് യോജിപ്പിച്ചു. അങ്ങനെയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്ന സംഭവം ഉണ്ടായത്. ഈ വെയിൽസിൽ സാധാരണ മറ്റുള്ളവർ ആക്രമിച്ച് കയറില്ലായിരുന്നു. അവർ സ്കോട്ട്ലൻഡിൽ ഇംഗ്ലണ്ടിലാണ് ലാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ഇവർ ഇംഗ്ലണ്ടിനെ വളഞ്ഞ് മേളിൽ വന്ന ഡോർസെറ്റിലിറങ്ങി, രണ്ടാമത്തെ സെറ്റ് വന്ന് സൗത്ത് ഇംഗ്ലണ്ടിലിറങ്ങി, മൂന്നാമത്തെ സെറ്റ് ഇംഗ്ലണ്ടിനെ സർക്കിൾ ചെയ്തിട്ട് മറു സൈഡിൽ പോയി സൗത്ത് വെയിൽസ്. ഒരു 3 പ്രോങ്ഡ് അറ്റാക്കായിരുന്നു നോർസ്മെൻ്റെ. അത് ഇംഗ്ലണ്ടിനെ ഭയങ്കരമായിട്ട് കുലുക്കി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭകൾക്കും ആശ്രമങ്ങൾക്കും ഒരുപാട് ക്ഷതമുണ്ടാക്കി അവരുടെ ആക്രമണം. അത് കഴിഞ്ഞ് 983 വൈക്കിങ്ങുകൾ പ്രസിദ്ധമായ ഒരു കോളനി സ്ഥാപിച്ചു ഗ്രീൻലൻഡ്. എറിക് ദ റെഡ് എന്നറിയപ്പെടുന്നു, ചുമന്ന ആളായിരുന്നു. ഈ നോർസ്മെൻ്റെ ഒരു ഭാഗമാണ്, വൈക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അമേരിക്ക ലാൻഡ് ചെയ്ത റെഡ് ഇന്ത്യൻസ്. അവർ ചുമന്ന കളറായതുകൊണ്ടാണ് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. കൊളംബസ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയിലെ കറുത്ത ആളുകളെന്ന് വിചാരിച്ചാൽ വന്നുകൊണ്ടിരുന്നത്. കൊളംബസ് അറിയാതെ എന്നിട്ട് അമേരിക്കയിൽ ലാൻഡ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ കറുത്ത ജനത വന്ന് ചുമന്ന ജനം നിൽക്കുന്നു. അതുകൊണ്ടാണ് കൊളംബസ് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത്. ഈ ഗ്രീൻലാൻഡ് ആക്രമിക്കാൻ വന്ന അവരതിനെ ആ സ്ഥലത്ത് കോളനി സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഗ്രീൻലാൻഡിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ കോളനി അവിടുത്തെ നേറ്റീവ്സിൻ്റെ മുകളിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ഐസ്ലാൻഡ് കണ്ടെത്തി. ഐസ്ലാൻഡ് നല്ല കൃഷിഭൂമിയായിരുന്നു. ഇപ്പോഴത്തെ റേക്ക് ജാവിക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഈ യൂറോപ്പിൽ നിന്ന് ആളുകൾ വരരുന്നവർ കണക്കാക്കി. അതിന് അവരൊരു പണിയെടുത്ത് ഈ നോർസ്മെൻ. അവരാദ്യം ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നല്ല ഐസുള്ള സ്ഥലമാണ് ഈ ഗ്രീൻലാൻഡ്. 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യയുടെ തന്നെ 3-2 സൈസുണ്ട്. പക്ഷെ വെറും മഞ്ഞ് മലയാണ്. അവിടെ ഈ നമ്മുടെ എസ്കിമോസ് ഉണ്ട്. അവർ വീട് വെക്കുന്നത് തന്നെ മഞ്ഞ് കട്ട ഉപയോഗിച്ചിട്ടാണ് വീട് വെക്കുന്നത്. ഇഗ്ലു, മഞ്ഞുകൊണ്ടാണ് അവർ ഇഗ്ലുവിനകത്ത് ഉണ്ടാക്കി വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇവരവിടെ ചെന്നിട്ട് അതിന് ഗ്രീൻലാൻഡ് എന്ന് പേരിട്ടു. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് കേട്ടപ്പോൾ പച്ച പരവതാനയുള്ള സ്ഥലമായിരിക്കുമല്ലോ. യൂറോപ്യൻസ് ഗ്രീൻലാൻഡിൽ ലാൻഡ് ചെയ്തപ്പോൾ ഇത്രയും മഞ്ഞുള്ള സ്ഥലമാണ് ഇവന്മാർ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസ്ലാൻഡ് എങ്ങനെ ഇരിക്കും? കാരണം ഐസ്ലാൻഡ് ഐസുള്ള സ്ഥലമാണെന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യൂറോപ്പിൽ നിന്നുള്ള കോളനൈസേഴ്സ് ഐസ്ലാൻഡിലോട്ട് പോയില്ല. അവർ ഗ്രീൻലാൻഡിൽ പോയി ഭഗ്നാശയരായി തിരിച്ചു വന്നിരുന്നു. ഇത് നോർസ്മെൻ കാണിച്ച വലിയൊരു ബുദ്ധിയാണ്. വാസ്തവത്തിൽ ഐസ്ലാൻഡിനാണ് ഗ്രീൻലാൻഡ് എന്ന് പേരിടേണ്ടത്. ഗ്രീൻലാൻഡിന് ഐസ്ലാൻഡ് എന്ന് പേരിടേണ്ടതായിരുന്നു. പക്ഷേ അവസാനം 1200 കൊല്ലം മുമ്പ് അവർ പിടിച്ചെടുത്ത സ്ഥലം ഇപ്പോഴും ഡെൻമാർക്കിൻ്റെ കയ്യിലാണ്. അതാണ് ട്രംപ് അമേരിക്കയിലിരുന്നുകൊണ്ട് ഗ്രീൻലാൻഡ് വിലയ്ക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചത് ഡെൻമാർക്കിനോട്. ഡെൻമാർക്കൊന്നും തരത്തില്ലാന്ന് പറഞ്ഞു. ഡെൻമാർക്ക് ആകെ ചെറിയൊരു സ്ഥലമാണ്, ആലപ്പുഴ ജില്ലയുടെ അത്ര സ്ഥലമേ ഉള്ളൂ. അവർക്ക് ഈ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിയൊരു ഐലൻഡ് കൈ കിട്ടാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അതുകൂടെ കൈ കിട്ടിയാൽ
നോർത്ത് പോളിൻ്റെ ചുറ്റുമുള്ള ഏരിയ കാനഡ, അലാസ്ക ആൻഡ് ഗ്രീൻലാൻഡ് കൈ കിട്ടിയാൽ നോർവേയും സ്വീഡനും റഷ്യ ഒഴിച്ചുള്ള ഭാഗം നോർത്ത് പോളും അവരുടെ കയ്യിലാവും. അപ്പോൾ ആർട്ടിക് ഓയിൽ അവർക്ക് ഇത് മോഷ്ടിക്കാൻ പറ്റും. അതിനാണ് അവർ ഗ്രീൻലാൻഡ് വിൽക്കുന്നതെന്ന് ചോദിച്ചാൽ. പക്ഷേ 1100 കൊല്ലമായി ഡെയിൻസിൻ്റെ കൺട്രോളിൽ കിട്ടിയ ഗ്രീൻലാൻഡ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ 983 ഗ്രീൻലാൻഡിൽ സ്ഥാപിച്ച വൈക്കിംഗ് കോളനിയാണ്. ഈ സമയത്ത് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ചില സംഭവങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ കാര്യമായ സംഭവമില്ല. 977 സബുക്ത് ജിൻ ഗസ്നാവിഡിലെ അമീറായി കാലിഫ് അംഗീകരിച്ചു. ഗസ്നാവിഡ് കാലിഫ്സ്. പിന്നെ ഇന്ത്യയിലേക്ക് വരുന്ന മുഹമ്മദ് ഗസ്നിയുടെ തുടക്കമാണ്. 981 കോർമേഷൻ റൂൾ. ബഹ്റിൻ എന്ന് പറയുന്ന ഐലൻഡ്, സൗദി അറേബ്യയിലുള്ള ഐലൻഡ്, അവിടെ കാർമേഷ്യൻസ് എന്ന് പറയുന്ന ജനവിഭാഗമാണ് ഭരിച്ചിരുന്നത്. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ കോർമേഷ്യൻ രാജവംശം ബഹ്റിൻ ഭരിക്കുന്ന സമയത്ത് ഈ കോർമേഷ്യൻസിൻ്റെ ദ്വീപിനെ സൗദി അറേബ്യയിൽ നിന്ന് പോയ ജനവിഭാഗം പിടിച്ചെടുത്തിട്ട് ഈ കോർമേഷ്യൻ ഭരണം പൂർണ്ണമായി അവസാനിച്ചു. അങ്ങനെ ചരിത്രത്തിൽ കുറേ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ മാർപ്പാപ്പയുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ്. ഇനി ആ കാലത്തെ പേട്രിയാർക്സ്. അലക്സാണ്ട്രിയയിൽ ഏലിയാസ് ഒന്നാമൻ തുടരുകയാണ് 963 1000 AD വരെ. കോപ്റ്റിക് പോപ്പായിട്ട് സെയിൻറ്റ് എബ്രഹാം 975 മുതൽ 978 വരെ. അന്ത്യോക്കിൽ ജോൺ 7 സരിഗത്ത എന്ന് പറയുന്ന പാത്രികീസ് 965 മുതൽ 985 വരെ. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസ്മാർ പെട്ടെന്ന് മാറുകയോ മരണപ്പെടുകയോ ചെയ്തു. ഈ മാർപ്പാപ്പ ഭരണത്തിൽ വരുമ്പോൾ ബേസിൽ 2 ബുൾഗാർ സ്ലെയർ 970 മുതൽ 76 വരെ. പിന്നെ ജോൺ 11 976 മുതൽ 978 വരെ. പിന്നെ ബേസിൽ 1 ദ മാസഡോണിയൻ 978 മുതൽ 979 വരെ. പിന്നെ ആൻ്റണി 4 970 മുതൽ 980 വരെ. പിന്നെ സെർജിയസ് 3 980 മുതൽ 991 വരെ. അതായത് ഒരു മാർപ്പാപ്പ ഭരിക്കുന്ന കാലത്ത് 5 പാത്രികീസ്മാരുണ്ടായി കോൺസ്റ്റാന്റിനോപ്പിളിൽ. കോൺസ്റ്റാന്റിനോപ്പിളിന് അൺസ്റ്റേബിൾ പീരീഡ് എന്ന് പറയുന്നൊരു പീരീഡാണ്. 5 പേരുണ്ടായി. ജെറുസലേമിലെ പാത്രികീസ് മർട്ടീരിയസ് ആയിരുന്നു. രക്തസാക്ഷികളുടെ പാത്രികീസ് എന്നറിയപ്പെടുന്ന മാർട്ടീരിയസ് 961 മുതൽ 978 വരെയാണ്. പിന്നെ ഡൊസീത്തിയോസ് വന്നു 2 978 മുതൽ 981 വരെ. അത് കഴിഞ്ഞ് ഏലിയാസ് പാത്രികീസ് വന്നു. ഏലിയാസ് 4 982 മുതൽ 983 വരെ. അങ്ങനെ 5 ഓർത്തഡോക്സ് പാത്രികീസ്മാർ മാറി വന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രം 5 പാത്രികീസ്മാരുണ്ടായി. ഈ സമയത്ത് റോമൻ ചക്രവർത്തി ബൈസാന്റിയൻ എംപറർ ആദ്യം ജോൺ 1 ടിസിമിസസ് എന്ന് പറയുന്ന 960 മുതൽ 976 വരെ. അത് കഴിഞ്ഞ് ബേസിൽ 2 ബുൾഗാറോ ടോണസ് 976 മുതൽ 1025 വരെ. റോമ സാമ്രാജ്യം തകർത്ത് തരിപ്പണമായ സമയത്ത് ബൈസാന്റിയൻ എംപയർ എന്നേക്കുമായി അവസാനിക്കുന്ന സമയത്താണ് മഹാനായ ബേസിൽ 2 ഭരണത്തിൽ വരുന്നത്. ബുൾഗാറുകളെ പാഠം പഠിപ്പിച്ച ആളെന്നാണ് അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അയാളെ രാജാവിനെ ബുൾഗാറോ ടോണസ് CTONES ബുൾഗാറോ ടോണസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം 976 മുതൽ 1025 വരെ 49 വർഷം ഭരിച്ചു. അക്ബർ ചക്രവർത്തിയെ പോലെ, ഹറൂൺ റഷീദിനെ പോലെ ദീർഘമായ ഭരണം. ഈ ഭരണത്തിൽ ഒരുപക്ഷേ ബൈസാന്റിയൻ എംപയർ AD 1000 നശിച്ചു പോയതായിരുന്നു, ശിഥിലമായതാണ്. പക്ഷെ അതിനെ പിടിച്ചുയർത്തിയത് ബേസിൽ 2 ഈ ബേസിൽ 2 സഹോദരിയാണ് വ്ളാഡിമിറിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അങ്ങനെയാണ് റഷ്യ ക്രിസ്തുമതത്തിലേക്ക് വരുന്നത്. പേർഷ്യക്കാരെ യൂറോപ്പിലോട്ട് തള്ളിക്കയറ്റാൻ ബേസിൽ 2 തടഞ്ഞു. ബൈസാന്റിയൻ ആർമിയെ റീബിൽഡ് ചെയ്തു. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് വലിയ അത്ഭുതങ്ങൾ കാണിച്ച ഒരാളായിരുന്നു ബേസിൽ 2. ബുൾഗാർസിനെ അദ്ദേഹം കംപ്ലീറ്റ്ലി സപ്രസ് ചെയ്തു. പക്ഷേ അവർ സെറ്റിൽ ചെയ്ത ഏരിയ ഇപ്പോഴും അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ബുൾഗേറിയ അല്ലെങ്കിൽ ബൾഗേറിയ. ബുൾഗാർസിനെ അടിച്ചമർത്തി താമസിപ്പിച്ച സ്ഥലമാണ് ബുൾഗേറിയ. അപ്പോൾ ഇങ്ങനെ ചരിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു ചക്രവർത്തിയാണ് ബേസിൽ 2. 135 മാർപ്പാപ്പയുടെ ഭരണത്തിന് ശേഷം 136 മാർപ്പാപ്പ ജോൺ 14 ഭരണത്തിൽ വന്നു. അദ്ദേഹം 983-84 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം
പാവിയ എന്ന് പറയുന്ന ഇറ്റലിയിലെ പ്രൊവിൻസിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. പ്രോപ്പർ ഇറ്റലിക്കാരനല്ല. 1982 ഡിസംബറിൽ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ചാൻസലർ ഓഫ് ദ പോപ്പ് ആയി ജോലി ചെയ്യായിരുന്നു. അപ്പോഴാണ് മാർപ്പാപ്പ മരിക്കുന്നത്. മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു മാർപ്പാപ്പ വേണം. അപ്പോൾ മാർപ്പാപ്പയുടെ ചാൻസലറായിരുന്ന ഒരാൾ തന്നെ ഉണ്ടായാൽ ഒരു പിന്തുടർച്ച കിട്ടുമെന്ന് ചക്രവർത്തിക്ക് തോന്നി. അങ്ങനെ ചക്രവർത്തി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം ബെനഡിക്റ്റ് 7ാമൻ മാർപ്പാപ്പയുടെ ചാൻസലറായിരുന്ന അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തെ ചക്രവർത്തി പരിപൂർണമായി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ചക്രവർത്തി ആയത്. അദ്ദേഹം മാർപ്പാപ്പയായ ശേഷം അദ്ദേഹം ഭരണം അങ്ങോട്ട് തുടങ്ങുകയും ചക്രവർത്തി അങ്ങ് മരിച്ചുപോയി. ചക്രവർത്തി പെട്ടെന്ന് മരിച്ചപ്പോൾ ഈ സപ്പോർട്ട് പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെ പിടിച്ചു വയ്ക്കുമെന്ന് മാർപ്പാപ്പ അമ്പരന്ന് പോയി. പക്ഷേ മാർപ്പാപ്പ വളരെ ഭംഗിയായിട്ട് ഭരണം അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത പ്രിൻസ് രാജകുമാരൻ, അദ്ദേഹത്തിന് 3 മാസമേ പ്രായമുള്ളൂ. ആ 3 മാസം പ്രായമുള്ള രാജകുമാരനെ പിൻഗാമിയായിട്ട് വായിച്ചപ്പോൾ രാജകുമാരൻ്റെ അമ്മ അദ്ദേഹമാണ് ഷീ ബിക്കെയിം ദ റീജൻറ്റ്. അങ്ങനെ ആ റീജൻ്റായിരിക്കുന്ന ആൾ ഈ മാർപ്പാപ്പയുടെ അത്ര അടുപ്പം കാണിച്ചില്ല. എന്നിട്ട് മാർപ്പാപ്പ എന്ത് ചെയ്തു? അദ്ദേഹം ചക്രവർത്തിയുടെ റീജൻ്റെ സഹായം ആദ്യം എടുത്തു. ആ റീജൻ്റെ സഹായത്തോടു കൂടി റൈവലായി വന്നൊരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു. ആ മാർപ്പാപ്പയെ നേരിടാൻ ശ്രമിച്ചു. അപ്പോൾ എന്തു പറ്റി? ഈ റൈവൽ മാർപ്പാപ്പ ബോണിഫേസ് 7ാമൻ ക്രേഷ്യൻസിൻ്റെ സപ്പോർട്ടോടുകൂടി, ഈ ക്രേഷ്യൻസ് ഒരു 4-5 മാർപ്പാപ്പയുടെ കാലത്ത് കുഴപ്പമുണ്ടാക്കുകയാണ്. ക്രേഷ്യൻസിൻ്റെ കുടുംബത്തിൽ നിന്ന് 3 പേര് മാർപ്പാപ്പമാരായി. എന്നിട്ടും 4ാമത്തവനെ വേണമെന്ന് പറഞ്ഞാണ് ബഹളം. അങ്ങനെ 2 മാർപ്പാപ്പയുടെ രംഗത്തോട് ബഹളം ഉണ്ടാക്കുന്നത്. ഒരു മാർപ്പാപ്പയെ വിഷം കൊടുത്തും കഴുത്ത് തിരിച്ച് കൊന്നു. ആ ക്രേഷ്യൻസ് വീണ്ടും ശക്തി ഉണ്ടാക്കി. കാര്യം മാർപ്പാപ്പയെ സപ്പോർട്ട് തരുന്ന ചക്രവർത്തി മരിച്ചതുകൊണ്ട് പുതിയ റീജൻറ്റിന് വലിയ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു വിചാരം. അങ്ങനെ ക്രേഷ്യൻസ് റിവോൾട്ട് ചെയ്തിട്ട് അവർ മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോയിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടെന്ന് മാത്രമല്ല, മാർപ്പാപ്പയ്ക്ക് ആഹാരം കൊടുത്തില്ല. അങ്ങനെ മാർപ്പാപ്പ പട്ടിണി കിടന്ന് ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോ, മാർപ്പാപ്പ താമസിക്കുന്ന കോട്ടയുടെ അടിയിലത്തെ നിലയിൽ പട്ടിണി കിടന്ന് മാർപ്പാപ്പ മരിച്ചു. അങ്ങനെ മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞ് റൈവൽ മാർപ്പാപ്പ ഭരണം കൊണ്ട് തുടങ്ങാൻ നേരം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു. ഈ റൈവൽ മാർപ്പാപ്പ ബൊനിഫേസ് 7ാമൻ പെട്ടെന്നങ്ങ് മരിച്ചു. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വന്ന ക്രേഷ്യൻ, പഴയ മാർപ്പാപ്പയുടെ സഹോദരൻ, കുഴപ്പമെല്ലാം ഉണ്ടാക്കിയ ക്രേഷ്യൻ, അയാൾ പെട്ടെന്നങ്ങ് മരിച്ചു. മാർപ്പാപ്പ മരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2 കുഴപ്പക്കാരും മരിച്ചു. എന്നിട്ട് വളരെ പെട്ടെന്ന് ജനങ്ങൾ ഈ ക്രേഷ്യൻ്റെയും റൈവൽ മാർപ്പാപ്പയുടെയും ശവശരീരങ്ങൾ അവരുടെ നാണം കെടുത്തി റോഡിലൂടെ വലിച്ചഴച്ച് ഇല്ലാത്ത ഡിസോണറെല്ലാം ക്രേഷ്യൻ്റെ ശരീരത്തിലും ഈ റൈവൽ മാർപ്പാപ്പയുടെ ശരീരത്തിലും കാണിച്ചു. അങ്ങനെ പോപ്പ് 984 ഓഗസ്റ്റ് 20 മരിച്ചു. അതായത് മാർപ്പാപ്പയായിട്ട് അദ്ദേഹം മാർപ്പാപ്പ ഇരുന്നത് കഷ്ടിച്ച് 1.5 വർഷമാണ്. 983 ഡിസംബറിൽ വന്നു. അത് കഴിഞ്ഞ് 84 അവസാനമായപ്പോഴേക്കും മാർപ്പാപ്പ മരിച്ചു. വളരെ ദുഃഖകരമായ സംഭവങ്ങളാണ് ഈ മാർപ്പാപ്പയുടെ കാലത്ത് സംഭവിച്ചത്. ഈ സമയത്ത് ലോക ചരിത്രത്തിൽ 984 ചൈനയിലെ പ്രസിദ്ധനായ ചക്രവർത്തി അദ്ദേഹം തൻ്റെ മുൻഗാമി പൂർത്തിയാക്കിയ ആ എൻസൈക്ലോപീഡിയ അതിനെ താൽപിങ് യു ലാൻ എന്ന പേര് കൊടുക്കുകയും താൽപിങ് യു ലാനായി പേര് കൊടുത്തിട്ട് അതിനെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാക്കി പ്രഖ്യാപിക്കുകയും ചൈനയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനരാവിഷ്കരിക്കാൻ ശക്തമായൊരു മാർഗമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അന്ത്യവാക്കാണെന്ന് പറയുന്ന പോലെ ചൈനയിലെ അറിവിൻ്റെ അന്ത്യവാക്കായി മാറി ഈ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ചരിത്രത്തിൽ 984 ആൻറ്റി പോപ്പ് ബൊനിഫേസ് 7ാമൻ അദ്ദേഹം പോപ്പ് ജോണിനെ കൊന്നു. ആ മാർപ്പാപ്പ മുൻ മാർപ്പാപ്പ ബെനഡിക്റ്റ് 4ാമനെ കൊന്നു എന്നാരോപിക്കപ്പെടുന്നവരാണ്. പരസ്പരം 2 കൊലപാതകം മാർപ്പാപ്പ തമ്മിൽ ചെയ്തു നാണം കെട്ട ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിലുണ്ടായത്.
ഈ കാലഘട്ടത്തിലെ പാത്രീസ്മാർ അലക്സാണ്ട്രിയയിൽ ഏലിയാസ് ഒന്നാമൻ തുടരുന്നു 961 മുതൽ 1000 വരെ. കോപ്റ്റിക് മാർപ്പാപ്പ സെയിൻറ്റ് എബ്രഹാം 975 മുതൽ 78 വരെ. അത് കഴിഞ്ഞ് ഫിലോത്തിയൂസ് വരുന്നു 979 മുതൽ 1003 വരെ. അന്ത്യോക്യയിൽ ജോൺ ഏഴാമൻ സെരഗത്തായാണ് 961 മുതൽ 985 വരെ. കോൺസ്റ്റാന്റിനോപ്പിൾ സെർജിയസ് മൂന്നാമൻ 980 മുതൽ 991 വരെ. അത് കഴിഞ്ഞ് സൈമൺ ഒന്നാമൻ വരുന്നു 986 മുതൽ 996 വരെ. എംബർ ചക്രവർത്തിയായി ബേസിൽ രണ്ടാമൻ ബുൾഗാറോ ടോണസ് 976 മുതൽ 1025 വരെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു ചക്രവർത്തിയുടെ ഭരണം വരികയാണ്. 2 വർഷമേ ഉള്ളുവെങ്കിലും ദാരുണമായ അന്ത്യം മാർപ്പാപ്പയ്ക്കുണ്ടായെങ്കിലും സഭയുടെ വലിയ തകർച്ചയില്ലാതെ ഈ മാർപ്പാപ്പ രക്ഷിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. ഇനി അടുത്ത മാർപ്പാപ്പയുടെ ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.